മോസ്റ്റ് വെൽക്കം ടു ദി മോസ്റ്റ് വാണ്ടഡ്. ഇന്ന് നമ്മുടെ മോസ്റ്റ് വാണ്ടഡ് ന്യൂസായി വരുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ സർക്കാർ, പ്രധാനമായും മുഖ്യമന്ത്രി മൗനം പാലിച്ചിരിക്കെ ആദ്യത്തെ വെടി പൊട്ടിച്ചിരിക്കുകയാണ് ഈ മന്ത്രിസഭയിലെ രണ്ടാമനായ ശ്രീ KN ബാലഗോപാൽ. സർക്കാരിന് വേണ്ടി വന്നാൽ നടപടിയെടുക്കാം, പോലീസിന് FIR ഇടുന്നതിനും പ്രത്യേകിച്ച് ഒരാളിൻ്റെ പരാതി ഇനി ആവശ്യമില്ല എന്നുള്ളതാണ്. ഹേമ കമ്മിറ്റി ആണെങ്കിലും അതിന് നേതൃത്വം കൊടുത്തത് ഒരു ജസ്റ്റിസാണെന്നുള്ളത് കൊണ്ട് ക്വാസി ജുഡീഷ്യൽ പവർ ആ കമ്മിറ്റിക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഒരാളാണ് ശ്രീ KN ബാലഗോപാൽ. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഈ സെലിബ്രിറ്റികളെ താങ്ങി നടക്കുന്ന ഒരു പ്രകൃതക്കാരനും അല്ല. അത് വളരെ വ്യക്തമായിട്ട് എനിക്കറിയാവുന്നതാണ്. അതുപോലെ സിനിമ കാണുന്നതിൽ അങ്ങേയറ്റം തൽപരനുമാണ്. ഏത് സിനിമയായാലും കാണുന്നതിന് അദ്ദേഹത്തിന് സന്തോഷമേ ഉള്ളൂ. മിക്കവാറും എല്ലാ സിനിമകളും കാണുന്നൊരു മനുഷ്യനാണ് ശ്രീ ബാലഗോപാൽ എന്നാണ് വ്യക്തിപരമായി എൻ്റെ അനുഭവം. പക്ഷേ ഈ താരാരാധനയോ മറ്റോ സിനിമാ ഭ്രാന്ത് അങ്ങനെ ഉള്ള ഒരാളല്ല. പക്ഷേ ഈ പ്രശ്നം വന്നപ്പോൾ ജെന്യൂനായിട്ട് ഈ സർക്കാരിൽ നിന്ന് ഒരു പ്രതിനിധി പ്രതികരിക്കുന്നത് ആദ്യമായിട്ടാണ്. അത് ബാലഗോപാലാണ്. ഇതിൻ്റെ മറ്റ് ചില രാഷ്ട്രീയ മാനങ്ങൾ കൂടി ഈ കാര്യത്തിലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ മന്ത്രിസഭയിലെ രണ്ടാമനാണ്. മുഖ്യമന്ത്രി വിദേശത്ത് പോയാൽ സ്വാഭാവികമായും ചുമതല ഏൽപ്പിക്കാറില്ലെങ്കിലും കാര്യങ്ങൾ നോക്കി നടത്തുന്നതും പിണറായി വിജയന് വിശ്വസ്തനുമായിട്ടുള്ളത് ശ്രീ KN ബാലഗോപാൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം രണ്ടാമനെന്ന് പറയുന്നതിൽ ആർക്കും വിഷമമോ വിരോധമോ ഉണ്ടാകേണ്ട കാര്യമില്ല. എന്തായാലും മറ്റെല്ലാ മന്ത്രിമാരും മിണ്ടാതിരിക്കുന്ന അവസരത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഈ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് വന്നിരിക്കുന്നത്. രണ്ടാം തലമുറയിലെ ഒന്നാമനായിട്ടാണ് ഇപ്പോൾ അദ്ദേഹം പരിഗണിക്കപ്പെടുന്നത്. മാത്രമല്ല, ഇദ്ദേഹം ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. സ്വാഭാവികമായും കേന്ദ്ര കമ്മിറ്റിയുമായിട്ട് ആലോചിക്കാതെ, കേന്ദ്ര നേതൃത്വവുമായി ആലോചിക്കാതെ ഇങ്ങനൊരു അഭിപ്രായ പ്രകടനം അദ്ദേഹം സ്വയമേവ നടത്തുന്നയാളുമല്ല. കാരണം സ്വന്തം നിലയിൽ ഒരു റിസ്ക് എടുക്കുന്ന പ്രകൃതമല്ല അദ്ദേഹത്തിനുള്ളത്. പാർട്ടി ചട്ടക്കൂടിൽ നിന്ന് തന്നെ തൻ്റെ നിലപാടുകൾ അനുനയിപ്പിക്കുന്ന ഒരു പ്രകൃതക്കാരനാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അദ്ദേഹം ഇങ്ങനെ നടത്തിയ പ്രസ്താവനയ്ക്ക് കേന്ദ്ര നേതൃത്വത്തിൻ്റെ ആശീർവാദം ഉണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ കേരളത്തിൽ പരക്കെ ഇപ്പോൾ നടക്കുന്ന ഒരു ചർച്ചയുണ്ട്. എന്താണ്? മരുമോനെ മുഖ്യമന്ത്രിയാക്കാൻ പിണറായി വിജയൻ നടക്കുന്നു എന്നുള്ളത്. അതിന് യാതൊരു സാധ്യതയുമില്ല എന്നുള്ളത് CPMൻ്റെ അന്തർധാരകളറിയാവുന്ന, അതിൻ്റെ ഉള്ളിലെ സംഘടനാ ചിട്ടകളറിയാവുന്ന ഏതൊരാളും അതിൻ്റെ സാധ്യത കാണില്ല. പക്ഷേ മാധ്യമങ്ങളും മറ്റ് എതിരാളികളുമൊക്കെ പ്രചരിപ്പിക്കുന്നത് മരുമകനെ മുഖ്യമന്ത്രിയാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, റിയാസിനെ എന്നുള്ളതാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അതൊരു ശ്രുതിയായി ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അതിനെ മൃതിയാക്കി ഇപ്പോൾ ഇദ്ദേഹം KN ബാലഗോപാൽ തുറന്ന് അടിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും അടുത്ത തെരഞ്ഞെടുപ്പിൽ ഈ ഗവൺമെൻറ്റിനെ നയിക്കാനും ഈ മുന്നണിയെ നയിക്കാനും മുന്നണിയുടെ നേതാവായി നിന്ന് പ്രവർത്തിക്കുവാനും കഴിയുന്ന ആളാണ് ശ്രീ KN ബാലഗോപാൽ. അദ്ദേഹത്തിൻ്റെ ഈ അഭിപ്രായ പ്രകടനത്തിന് തീർച്ചയായും നല്ല രാഷ്ട്രീയ പ്രാധാന്യം ഉണ്ട്. അതുപോലെ തന്നെ സാമൂഹികമായ പ്രാധാന്യവുമുണ്ട്. അദ്ദേഹത്തിന് ഇത് പറയാൻ കഴിഞ്ഞു എന്നുള്ളത് ആർജവം കാണിക്കുന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ അധികാര പരിധിയിൽ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അത് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ ശ്ലാഘനീയമായ ഒരു കാര്യമായിട്ട് പൊതുസമൂഹം കാണൂ. എന്തായാലും
ഇനി അങ്ങോട്ട് ഇതിന്മേൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ശുപാർശകളിന്മേൽ കൃത്യമായ നടപടികളുമായി പിന്നെ ഗവൺമെൻറ് മുന്നോട്ട് പോകും എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ശ്രീ ബാലഗോപാൽ ഇന്നലെ നടത്തിയ പത്രക്കാരോട് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്, പ്രസ്താവന എന്നുള്ളത് നമുക്ക് ഏതൊരു തരത്തിലും പരിഗണിക്കാവുന്നതാണ് എന്ന് സൂചിപ്പിക്കുകയും അതുപോലെ തന്നെ ഈ മുഹമ്മദ് റിയാസിന് ആണ് അടുത്ത മുഖ്യമന്ത്രി എന്നുള്ള ശ്രുതിക്ക് ഇവിടെ ഒരു മൃതി ആയിരിക്കുകയാണ്. അത് ശ്രീ കെ എൻ ബാലഗോപാലിലൂടെ ആയതുകൊണ്ട് അതിന് പ്രത്യേകിച്ച് രാഷ്ട്രീയ പ്രാധാന്യം CPM-നെ സംബന്ധിച്ചാണെങ്കിൽ സംഘടനാപരമായ പ്രാധാന്യവും ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ യുക്തി എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം. മോസ്റ്റ് വാണ്ടഡ്.